ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് പറയുന്നത്. 3 പ്രധാനമായ അപ്ഡേറ്റുകളെല്ലാമാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സുകളാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ടാഗിങ്, അതായത് 10,000 സബ്സ്ക്രൈബേഴ്സിന് മുകളിലുള്ളവർക്കെല്ലാം പ്രൊഡക്റ്റ് എല്ലാം ടാഗ് ചെയ്യാനുള്ള ഓപ്ഷനെല്ലാം ലഭിച്ചിരുന്നു. പലരും ഇത് കറക്റ്റായി ഒരുപാട് പ്രൊഡക്റ്റുകളെല്ലാം ടാഗ് ചെയ്തിട്ടുമുണ്ടാകും. എന്നാൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇതുപോലെ ഒരു മെയിലെല്ലാം വരുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റ് ടാഗിങ് വയലേഷൻ എല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഇതൊരു റിമൈൻഡറാണ്, ഇതുപോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞൊരു മെയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ആ ഒരു മെയിലിൽ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം ഇപ്പോൾ ഇതെല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് പ്രൊഡക്റ്റ് ടാഗിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുകയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ എനിക്ക് ഈ ഒരു പ്രശ്നമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ യൂട്യൂബ് റിലേറ്റഡായ കണ്ടൻ്റ് എല്ലാമാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ യൂട്യൂബ് ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബേസിക്കായി അവർക്ക് വേണ്ട ഒരു കാര്യമാണ് നമുക്ക് മൈക്രോഫോൺ എന്നതെല്ലാം. അതിനാൽ തന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ ഈ ഒരു മൈക്രോഫോൺ എല്ലാം തന്നെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മൈക്രോഫോണിൻ്റെ അൺബോക്സിങ് ടൈമിലെല്ലാമാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം ടാഗ് ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്കത് ഒഴിവാക്കപ്പെടാനും ഈ ഒരു വയലേഷൻ എല്ലാം ഈ ഒരു മെയിലെല്ലാം വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം റിമൂവായി കാണാൻ സാധിക്കുക. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് എല്ലാം ഔട്ടാവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ നിന്നും ഇത് ഓട്ടോമാറ്റിക്കായി റിമൂവ് ആകും. ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല അല്ലെങ്കിൽ വീഡിയോയ്ക്ക് റിലവൻ്റായ പ്രൊഡക്റ്റ് അല്ല ടാഗ് ചെയ്യുന്നത് എങ്കിൽ ഇത് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും റിമൂവ് ചെയ്യും. അപ്പോൾ ഇതൊരു വയലേഷൻ ആവുകയും ചെയ്യും. അതിനാൽ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക പേരും ഇതുപോലെ കുറേ അധികം ആളുകൾക്കെല്ലാം ഈ ഒരു മെയിലെല്ലാം വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് എല്ലാം ടാഗ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോയ്ക്ക് റിലേറ്റഡായ ഈ ഒരു കാര്യത്തിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് മാത്രം ടാഗ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് പല ചാനലുകളും ഇതുപോലെ മണി മേക്കിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും വരുമാനം അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിൽ നിന്നുള്ള വരുമാനമെല്ലാം നേടുന്നതിനെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പോസിബിളായ തരത്തിലുള്ള തംബ്നെയിലെല്ലാം കൊടുക്കുന്നു. ഇങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഇത്രത്തോളം, അതായത് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുമാനമെല്ലാം നേടൂ, ഇങ്ങനെയെല്ലാം കൊടുത്ത് നമുക്കത് ഇമ്പോസിബിൾ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ക്ലിക്ക് ബൈറ്റ് എല്ലാം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെയെല്ലാം വീഡിയോയ്ക്ക് തംബ്നെയിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടൈറ്റിലാണെങ്കിലും ഇങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം ഇതെല്ലാം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എങ്കിൽ ഇത് യൂട്യൂബ് ഇപ്പോൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള തംബ്നെയിൽ അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിലെല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഇതിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇഷ്യൂസ് എല്ലാം വരാം. അപ്പോൾ ഈ ഒരു കാര്യം ഇമ്പോസിബിൾ ആയിട്ടുള്ള തരത്തിലുള്ള തംബ്നെയിലെല്ലാം കൊടുത്ത് ഒരുപാട് പണം ഉണ്ടാക്കാം എന്നെല്ലാം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യാതിരിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്നവർക്കാണ്. ലൈവ് സ്ട്രീമിങ്ങിൻ്റെ എല്ലാം തന്നെ ഇപ്പോൾ 18 വയസ്സിന് കുറവെല്ലാമാണെങ്കിൽ പാരൻറ്റിൻ്റെ സൂപ്പർവിഷൻ എല്ലാം വേണമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അതുപോലെ പാരൻ്റ് തന്നെ ഒപ്പം ഉണ്ടാവുകയോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു 18 ബിലോ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈവ് സ്ട്രീമിങ്ങിൽ സൂപ്പർ ചാറ്റ് അല്ലെങ്കിൽ സൂപ്പർ താങ്ക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പാരൻ്റെ സൂപ്പർവിഷനോട് കൂടി മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് അപ്ഡേറ്റ്സുകളെല്ലാമാണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് വയലേഷൻ്റെ മെയിലെല്ലാം വന്നിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്